പൈസേന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എത്ര പേരും? പൈസ എന്ന് പറഞ്ഞ ചില്ലറ പൈസയാന്ന വിചാരം. സമയത്തിരയതുകൊണ്ട് 500 രൂപ തന്നാ മതി, അല്ലെങ്കിൽ റേറ്റ് 1000. നിങ്ങൾ തരുമോ? തന്നാ നല്ലത്. ഞാൻ ഏതായാലും ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. നമ്മളെ മര്യാദ കാണിക്കണല്ലോ. നല്ല കസ്റ്റമറാണേ. നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടാ. നിങ്ങളാ നോട്ടോ നിപ്പോ നമുക്ക് എല്ലാവരോടും അങ്ങനെ തോന്നണമെന്നില്ലല്ലോ. നിങ്ങൾ അപാര ലുക്ക് തന്നെയാണ് കേട്ടാ. നോക്കി, ഞാൻ സ്നേഹിച്ചാ ഭയങ്കര സ്നേഹാണേ. ഞാനിങ്ങനെ പോവാനാ? ഇത് തുറക്കണ്ടേ? തെറ്റിയ മഹാലമ്പ. ഞാനിപ്പോ മൈസൂരല്ലേ, താജ് ഹോട്ടല്ല. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കുറച്ച് അമ്മാരി വർത്താനം നീ എന്നോട് പറയണ്ട കേട്ടോ. ഞാനും ഇതിൽ കുറെ കയ്യിലുത്തിയതാ. ഇതേ നയിച്ച കാശാണ്ട, അല്ലാണ്ട് എന്റെ മാതിരി. അതെ, ഒരു ചായ ഇട്ടെന്താ വഴി? നിങ്ങൾ അടിക്കുന്ന അടിച്ചോളിന്ന് അടിച്ചാലൊരു ഉഷാറൊക്കെ ഉണ്ടാവും. എനിക്ക് 12:30 പോണ്ടതാട്ടോ. നിങ്ങളാരും നോക്കണത്? ഒന്നപ്പോ തുടങ്ങിയതാണല്ലോ. മോറ് എഴുതാൻ തന്നെ ഇവിടെ വെള്ളമില്ല. ആ ചെക്കൻ ഇടപെട്ടിട്ട് 500 എന്നുള്ളത് 300 ആക്കിയതാണേ. ഇത് ഞാൻ മുഴുവൻ എടുക്കും. അതൊക്കെ നമുക്ക് പിന്നെ കണക്കാക്കാം. നിങ്ങൾ ആദ്യം പോയി സിനിമ എടുക്കും. പിന്നെയുള്ളത് വേറൊരാളാ. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ മൂപ്പരെങ്ങനെയാ ഇപ്പം അങ്ങോട്ട് വിളിക്കുക? ഹലോ, പതുക്കെ പറയും. ഹലോ, ഇങ്ങനെ മതിയോ? ഹലോ, ഇന്ന് ഡ്യൂട്ടി കഴിയുന്ന തോന്നില്ലടാ. ഇന്നും ഓവർ ടൈമാ. നാളെ വിളിക്കാട്ടാ. നാളെ വിളിക്കടാ. നിങ്ങൾ വെറുതെ ആളെ മെനക്കെടുത്ത. നിങ്ങളൊരു എലി. നിങ്ങൾ എന്തൊരാളാണ് ഒരു എലീനെ കണ്ടിട്ട് ഇങ്ങനെ പേടിക്കുക? കണ്ട ഭയങ്കര സംഭവാട്ടോ. എലി പുലി എന്നൊക്കെ പറഞ്ഞോരോ സെറ്റപ്പാ. സാരല്ല. ആ ചെക്ക ഫുഡായിട്ട് വരുമ്പോ എന്നെ വിളിച്ചാ മതി. നോക്കി, ഞാൻ കിടക്കുകയാണേ. നിങ്ങൾ കരയ്യ. നിങ്ങളാളൊരു പാവാട്ടാ. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാ. എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ലല്ലോ. നിങ്ങളോട് എനിക്ക് അലമ്പാവാൻ പറ്റൂല. എന്താ അറിയോ, ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് പൈസ തരൂലേ? ഇപ്പം ചോദിച്ചാലും തരും ഇല്ലേ? ഇതാണല്ലോ ഞങ്ങളെ വീട്. എന്താ എന്താ എന്തോ ഓടി. എന്തോടാൻ? ഓ, വല്ല പാമ്പ് ആയിരിക്കും, അല്ലെങ്കിൽ എലി. അത്രയ്ക്ക് മുന്തിയ സ്ഥലമാണല്ലോ ഇത്. എന്തേ, എന്നെ കൊണ്ട് പറ്റൂലേ? അവിടെ അവിടെ ഉണ്ട്. ഇവിടെ ഒരു പാമ്പും ഇല്ല, എലിയില്ല. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾക്ക് എന്താ ഒരു മൂഡ് ഔട്ട് പോലെ? നിങ്ങൾ അടിച്ചോടി. ഇവിടെ ടച്ചിങ്സ് ഒന്നുമില്ലേ? വല്ലാത്തൊരു സെറ്റപ്പ് തന്നെ. പിന്നെ പറഞ്ഞില്ലാന്ന് വേണ്ടട്ടാ. ബിസിനസ്സൊക്കെ ബിസിനസ് അല്ലേ. എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ആ ചക്കങ്ങളോട് പൈസേൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഒരു മിനിറ്റേ. ഹലോ, ഡാ ഈ ഒരു കാര്യം ചെയ്യ്. തിരിച്ചു വരുമ്പോഴേ ആ മാവൂർ റോഡിലെ ദർബാർ ഹോട്ടലിൽ നിന്ന് ഒരു 4 പൊറാട്ടി നിങ്ങൾക്ക് വേണോ? വേണ്ട. 2 ബീഫ് ചില്ലി വാങ്ങിച്ചോണ്ട് വാ. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. രാവിലെ 2 പൊറാട്ട എന്നതാ. എത്ര ആളുണ്ട്? ഇതാണിപ്പോ നിങ്ങൾ പറഞ്ഞ മുറി. അയ്യേ, ഇതെന്ത് സെറ്റപ്പാ. ആടെ ചെന്നിട്ടേ 1-2 ആളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിക്കേ. നിന്റെ കാര്യം തന്നെ നോക്കിയത്. 10ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റപ്പത്തേക്ക് എന്നെ പിടിച്ച് കെട്ടിച്ചു വിട്ടു ടൗണിലേക്ക്. അതോടെ എൻ്റെ ഗതി ഇങ്ങനെയായി. ഇല്ലെങ്കിൽ മിനിമം ഒരു ഡോക്ടറെങ്കിലും ആയേനെ. നിങ്ങൾ എന്ത് പണിയാ കാണിക്കണത്? ഇന്നവിടെ ഒരാൾ കാത്തിരിക്കണല്ലെന്ന്. സമയം 1:30 ആ ചെക്ക് ഇതുവരെ ഭക്ഷണമായിട്ട് എത്തിയില്ലല്ലോ. ഓനല്ലേ പറഞ്ഞു 12 മണിക്ക് വരുന്നു.
വല്ല വണ്ടിക്കും കുടുങ്ങി ചത്തുണ്ടാവും. പഠിക്കല്ലേ എന്നോള്, പഠിച്ചോട്ടേന്ന്. കുട്ടികൾ പഠിക്കേണ്ട കാലത്ത് പഠിക്കണ്ടേ? നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ചങ്ങായിമാരാരും ഇല്ല? ഇല്ല അല്ലേ? ഞാൻ ആരെയും വിളിക്കണം? മനജനെ വിളിക്കാം. ഓളിക്ക് വേണ്ടി എന്തും ചെയ്യും. നിങ്ങൾക്ക് ഇത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങളെ ഭാര്യ തിരക്കേടില്ലല്ലോ. നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോന്ന് അടുത്ത വീട്ടിലെ ആൾക്കാർ ഉറങ്ങിയോ നോക്കുക. ഇതാണ് ഇമ്മാരി ഓരോ സ്ഥലങ്ങളിൽ വന്നു പെട്ടാലുള്ള തകരാറ്. മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാവില്ല. ഷർട്ട് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. പൂക്കള് ഞാൻ ആർക്കും കൊടുക്കാറില്ലല്ലോ.